It's funny when you growing up, you make a lot of mistakes and ആക്ടർ സമന്തൻ്റെ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂ കാണണ്ടേ. അതിൽ ഹോസ്റ്റ് സമന്തനോട് ചോദിക്കുന്നുണ്ട്, പണ്ട് നിങ്ങൾ കുറേ ബ്രാൻഡ്സും പ്രൊഡക്ട്സും എൻഡോസ് ചെയ്യായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹെൽത്തി പ്രൊഡക്ട്സ് മാത്രം എൻഡോസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? അപ്പോൾ അതിന് സമന്ത കൊടുക്കുന്ന റിപ്ലൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. അവർ പറയുന്നത് വെച്ചാൽ, പണ്ട് എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്, പക്ഷേ ഇപ്പം അവരൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ബ്രാൻഡോ എൻഡോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു മിനിമം ഒരു 3 എക്സ്പേർട്ട് ഡോക്ടേഴ്സിനോട് അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമാണ് അവർ സൈൻ ചെയ്യാറുള്ളത്. ഇതേപോലെ റീസെൻ്റ്ലി കണ്ടൊരു ന്യൂസാണ്. അതായത് ചൈനയിൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മെഡിക്കലോ ഡെൻ്റലോ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെതായ ക്വാളിഫിക്കേഷനോ ഡിഗ്രിയോ വേണം. ഇതേപോലത്തെ നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഈ നിയമം നമ്മുടെ നാട്ടിൽ വരുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് വ്ളോഗേഴ്സിനോട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മെഡിക്കൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എൻഡോസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇൻഡിവിജ്വലായിട്ട് റിസർച്ച് നടത്തണം. അതുകൂടാതെ തന്നെ പറ്റെങ്കിലും 2-3 എക്സ്പെർട്ട് ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുക്കണം. എന്നിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിച്ച് റിവ്യൂ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ട് റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല. ഇത് ചിലപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ വരെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്.